മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവിന് പിന്നീട് എന്താണ് സംഭവിച്ചത്? പന്തല്ലൂർ സ്വദേശി മൊയ്തീൻ കുട്ടി സ്റ്റേഷനിൽ വെച്ച് കുടഞ്ഞു വീണത് കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നാണോ? പോലീസ് ആശുപത്രിയിൽ എത്തിച്ച യുവാവ് മരിച്ചതിന് പിന്നാലെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ പോലീസിന്റെ മർദ്ദനവും സമ്മർദ്ദവുമാണ് യുവാവിന്റെ ജീവനെടുത്തതെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നു. സംഭവത്തിൽ 2 സിവിൽ പോലീസ് ഓഫീസർമാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേസിൽ മജിസ്ട്രേറ്റ് അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഉണ്ടാകും. പന്തല്ലൂർ ഉത്സവത്തിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് മൊയ്തീൻകുട്ടിയെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. ഇടയ്ക്ക് കുഴഞ്ഞു വീണ മൊയ്തീൻകുട്ടിയെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയ സംബന്ധമായ ഗുരുതര പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയതോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. മൊയ്തീൻകുട്ടി ഹൃദ്രോഗിയാണെന്നും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും മൊയ്തീൻകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ മാത്യൂസ് പോൾ പറഞ്ഞു. ഹാർട്ടിൻ്റെ പമ്പിങ് കുറവായിട്ടുള്ള റിപ്പോർട്ടും അതുപോലെ ആള് വളരെ മിനിമം ജോലികളെ ചെയ്യാവുള്ളൂ എന്ന് ഇൻസ്ട്രക്ഷൻസ് വേറൊരു ഹോസ്പിറ്റലിൽ വെച്ച് കാർഡിയോളജിസ്റ്റ് കൊടുത്തതായിട്ട് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഇത് മുമ്പേ ഉള്ള അസുഖമാണെന്ന് നമുക്ക് മനസ്സിലായത്. ആൻജിയോഗ്രാം എടുത്തപ്പോഴാണ് 3 രക്തക്കുഴലിലും ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും കൂടിയ അസുഖമാണെന്ന് അന്നേരമാണ് മനസ്സിലായത്. 2 രക്തക്കുഴലിൽ 100% അടഞ്ഞിരിക്കുന്നു. അത് മുമ്പേ അടഞ്ഞതാണ്. പിന്നെയുള്ള ഒരു രക്തക്കുഴലിൽ നല്ലപോലെ രക്തം കട്ട പിടിച്ച് കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കറിയാം അങ്ങനത്തെ കേസസിൽ നമ്മൾ പെട്ടെന്ന് ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ ആ രക്തം കട്ട പിടിച്ചെടുക്കുന്ന രക്തക്കുഴലിൽ നമ്മൾ സ്റ്റെൻഡ് ഇടാനോ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഹാർട്ട് നിന്നു പോകുന്നു. ഞങ്ങൾ ഇതുവരെയുള്ള അനുഭവത്തിൽ അറിയാവുന്നത് കൊണ്ടാണ് മെഡിസിൻസിൽ ട്രീറ്റ് ചെയ്യാം, ആളൊന്ന് സ്റ്റേബിൾ ആയ ശേഷം ബൈപ്പാസ് സർജറി ചെയ്യാം. ഇതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതേസമയം പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് മൊയ്തീൻകുട്ടി മരിച്ചതെന്നാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആക്ഷേപം. ആളെ മൊയ്തീൻകുട്ടിയെയും അതേപോലെ സെമീറയിലെയും വിളിച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ആ റൂം അപ്പം ഇവർ പുറത്ത് വന്നപ്പോൾ ഉള്ളിൽ നിന്ന് മർദ്ദിക്കുന്ന സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. അപ്പം പോലീസ് മർദ്ദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇയാൾ കുഴഞ്ഞു പോകണം. മർദ്ദനം ഏറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വെള്ളം വേണം, വെള്ളം കൊടുക്കണം, വെള്ളം നിങ്ങൾ വാങ്ങിട്ട് വരാൻ പറഞ്ഞു. ഇവർ വെള്ളം വാങ്ങി ചെന്നപ്പോഴത്തേക്കും ഇവർ ഞങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ആളെ കാണണം എന്ന് പറഞ്ഞു. ചെന്നപ്പോഴത്തേക്ക് ആൾ കുഴഞ്ഞു കിടക്കുകയാണ്. അതിൽ ഇവർ തന്നെ പെട്ടെന്ന് വേഗം എടുത്ത് ഇവരെ എന്ത് ചെയ്തു, നേരെ അവിടുന്ന് ഹോസ്പിറ്റലിലോട്ട്. സംസാരിക്കുമ്പോൾ എന്താ ചോദിക്കണ്ടേ, അത് ഇവരെ ചോദിക്കാതെ ഞങ്ങളോട് പുറത്ത് വെളിയിൽ നിൽക്കാൻ പറഞ്ഞിട്ട് ഇവരെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത് ഇവരെ സ്റ്റേഷനിലൂടെ കയറ്റി ഞാൻ പറഞ്ഞു ഞാനൊന്ന് കാണട്ടെ എന്ന് കയറി ചെല്ലുമ്പോൾ ഇവൻ കുഴഞ്ഞ് ഇരിക്കുന്നൊരവസ്ഥയായി സ്റ്റേഷനിലുള്ളത്. പെരിന്തൽമണ്ണയിൽ നടന്ന ഇൻക്വസ്റ്റിൽ മർദ്ദനത്തിന്റെ അടയാളങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. പോലീസ് സ്റ്റേഷനിലെ നടപടികളെ തുടർന്നുണ്ടായ സമ്മർദ്ദങ്ങളാകാം ഹൃദയാഘാതത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സംഭവത്തിൽ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെ 2 സിവിൽ പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർമാരായ ആൽഡസ് ബിൻസ്, ഷംസീർ ടി പി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി KC ബാബുവാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കേസിൽ മജിസ്ട്രേറ്റ് അന്വേഷണവും തുടങ്ങി. പെരിന്തൽമണ്ണ സബ് കളക്ടറാണ് അന്വേഷിക്കുക. ന്യൂസ് 18 മലപ്പുറം.